നമസ്കാരം, ഞാൻ Sruthis Cookeryയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് 2 തരത്തിലുള്ള ഇരുമ്പൻ പുളി ജ്യൂസാണ്. നിങ്ങൾ ആരെങ്കിലും ഇരുമ്പൻ പുളി ജ്യൂസ് കുടിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വെറുതെ പഴക്കി കളയുന്ന ഇരുമ്പൻ പുളി കൊണ്ടൊന്ന് ജ്യൂസ് അടിച്ച് നോക്കിയാലോ നമുക്ക്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇരുമ്പൻ പുളി ജ്യൂസ് തയ്യാറാക്കുന്നത് നോക്കാം. 1 ഗ്ലാസ് ഇരുമ്പൻ പുളി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ഇരുമ്പൻ പുളിയാണ് എടുത്തിരിക്കുന്നത്. 3 or 4 നിങ്ങൾക്ക് എടുക്കാം. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു മിക്സിയുടെ ബൗളിലേക്ക് അരിഞ്ഞ് ചേർക്കാണ്. അരിഞ്ഞിടുന്നില്ല, വൃത്തിയാക്കിയ കഷ്ണങ്ങൾ അങ്ങനെ ഇട്ടാലും മതി. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി അടിച്ചെടുക്കാം. നന്നായി അടിച്ചതിന് ശേഷം ഇനി നമുക്ക് മധുരം ഉണ്ടോ എന്ന് നോക്കാം. മധുരം കുറവായതുകൊണ്ട് ഞാൻ ഒന്നും കൂടി മധുരം ഇട്ടിട്ട് ഒന്നും കൂടി അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മധുരമുള്ള ഇരുമ്പൻ പുളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഇരുമ്പൻ പുളി ജ്യൂസ് ഉണ്ടാക്കാം. അതിനായിട്ട് 3 or 4 ഇരുമ്പൻ പുളി എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ബൗളിലേക്ക് ചേർക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി അടിച്ചെടുക്കാം. ഇനിയൊരു 4-5 ഐസ് ക്യൂബ്സ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് സോഡ ചേർക്കാണ്. അപ്പോൾ നന്നായി പതഞ്ഞ് വരുന്നത് കാണാം. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 2 ജ്യൂസും തയ്യാറായിരിക്കുകയാണ്. ഒന്ന് മധുരമുള്ളതും ഒന്ന് കുറച്ച് ഉപ്പും എരിവും പുളിയൊക്കെ ഉള്ളതും. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ കരുതുന്നത്. വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇരുമ്പൻ പുളി ജ്യൂസ് ഇഷ്ടമായില്ലേ? ഇനി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.